നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനം തള്ളി സ്റ്റാർട്ടാക്കി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ തള്ളി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെ: ബ്രോ, ഫുൾ ഡ്രെയിൻ ബാറ്ററി ഫുൾ ചാർജ് ഇൻ ഹൗ മെനി കിലോമീറ്റേഴ്സ് വെൻ കാർ ഡ്രൈവിംഗ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യം സംശയം മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വാഹനം ഇപ്പം നിങ്ങൾ ലൈറ്റോ വല്ല ഓൺ ആക്കിയിട്ട്, അതായത് ഒരു ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ ഒരു ഹെഡ് ലൈറ്റോ വല്ല ഓൺ ആക്കിയിട്ട് ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ തള്ളിയാൽ സ്റ്റാർട്ട് ആവത്തില്ല. അത് വേറെ കാര്യം. വേറൊരു ബാറ്ററി കൊണ്ടുവച്ച് ജമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഈ വാഹനം നമ്മൾ ഓടിക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ നമ്മൾ ഓടണം ഇത് ശരിക്കും ചാർജ് ആവണമെങ്കിൽ? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു തവണ വാഹനത്തിൻ്റെ ബാറ്ററി ഇതുപോലെ ഫുള്ള് ഡ്രെയിൻ ആയെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ വാഹനത്തിൽ ഇടയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കാറുണ്ടല്ലോ. അതായത് കീ ഓൺ ചെയ്തിട്ട് പാട്ട് കേൾക്കാറുണ്ട്. കീ ഓൺ ചെയ്തിട്ട് എ സിയുടെ ബ്ലോവർ ഫാൻ മാത്രം ഓൺ ആക്കിയിട്ട്, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്താലേ എ സി വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി അതല്ലാതെ നമ്മൾ ജസ്റ്റ് വാഹനത്തിൻ്റെ കീ ഓൺ ആക്കിയിട്ട്, അതായത് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് പാട്ടൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ബ്ലോവർ ഫാനൊക്കെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആവുന്നതായിരിക്കും. പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇതുപോലെ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 to 3% ഒക്കെ ഉള്ളൊരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫുൾ ചാർജ് ആയി വരാൻ വേണ്ടി ഏകദേശം ഒരു 120 കിലോമീറ്ററൊക്കെ നമുക്ക് വാഹനം ഓടിക്കേണ്ടി വരും. 100 തൊട്ട് 120 കിലോമീറ്ററിനകത്ത് ഡ്രൈവ് ചെയ്താൽ മാത്രമാണ് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആവുന്നത്. അതും കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 40 to 50 അല്ലെങ്കിൽ ഒരു 55 കിലോമീറ്റർ സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വാഹനം ഓടിച്ചാൽ മാത്രം ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ആകത്തുള്ളൂ. അപ്പം ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കണം എന്ന് ഞാൻ പറയുമെങ്കിൽ പോലും ഒരു കാരണവശാലും ഇതുപോലെ ബാറ്ററി ഡ്രെയിൻ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വാഹനങ്ങളിലെല്ലാം കീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താക്കോൽ ഊരി എടുക്കുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റോ വല്ല ഓൺ ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്തുനിന്ന് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ബീപ്പ് സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് എന്താണെന്ന് ചെക്ക് ചെയ്ത് ലൈറ്റ്സ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോകാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ബാറ്ററി തീർക്കാതിരിക്കാൻ അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ചെയ്ത് കളയാതിരിക്കാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് മാത്രം പാട്ട് കേൾക്കാനും ബ്ലോവർ ഫാനൊക്കെ ഇടാൻ ശ്രമിക്കുക. കാരണം വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നതായിരിക്കും.